ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ നിലവിലെ ജേതാക്കളായ അർജന്റീനക്ക് സാധിച്ചിട്ടുണ്ട്. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഉറുഗ്വേയെ അർജന്റീന പരാജയപ്പെടുത്തിയിട്ടുള്ളത്. യുവ സൂപ്പർ താരമായ തിയാഗോ അൽമേഡ നേടിയ ആ ഒരു കിടിലൻ ഗോളാണ് ഈ ഒരു മത്സരത്തിൽ ഇപ്പോൾ അർജന്റീനക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, പല പ്രധാനപ്പെട്ട താരങ്ങളും ഇല്ലാതെയാണ് ഈ മത്സരത്തിൽ അർജന്റീന കളിച്ചിട്ടുള്ളത്. ലയണൽ മെസ്സി ഇല്ലായിരുന്നു, ലൗത്തറോ മാർട്ടിനസ് ഇല്ലായിരുന്നു, അങ്ങനെ പല പ്രധാനപ്പെട്ട താരങ്ങളും ഇല്ലായിരുന്നു. അർജന്റീനയുടെ ഒരു ലൈനപ്പിലേക്ക് വരുമ്പോൾ മുന്നേറ്റ നിരയിൽ ഹൂലിയൻ ആൽവരസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ തിയാഗോ അൽമേഡയും ജൂലിയാനോ സിമിയോണിയും ഉണ്ടായിരുന്നു. മധ്യനിരയിൽ എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കാലിസ്റ്റർ, ലിയാൻഡ്രോ പരേഡസ് എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത്. ഡി പോളിന് സ്റ്റാർട്ടിംഗ് 11-ൽ ഇടമില്ലായിരുന്നു എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആദ്യ പകുതി ഒരൽപ്പം ബോറിംഗ് ആയിരുന്നു, രണ്ട് ടീമുകൾക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് മത്സരത്തിന്റെ 68-ാമത്തെ മിനിറ്റിലാണ് തിയാഗോ അൽമേഡയുടെ ആ ഒരു ഗോൾ വരുന്നത്. അതായത് ഹൂലിയൻ ആൽവരസ് മികച്ച ഒരു മുന്നേറ്റം നടത്തുന്നു, എന്നിട്ട് തിയാഗോ അൽമേഡയിലേക്ക് പന്ത് കൈമാറുന്നു. ബോക്സിന് വെളിയിൽ നിന്നും ഒരു കിടിലൻ ലോങ് റേഞ്ച് ഗോളാണ് തിയാഗോ അൽമേഡ സ്വന്തമാക്കിയിട്ടുള്ളത്. ഉറുഗ്വേൻ ഗോൾ കീപ്പർക്ക് ഒന്നും ചെയ്യാൻ ഇതിൽ ഉണ്ടായിരുന്നില്ല. പരമാവധി അദ്ദേഹം ഡൈവ് ചെയ്തിരുന്നുവെങ്കിലും അത് ആ ഒരു വലയിൽ പതിക്കുന്നത് തടയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഈ ഒരു ഗോളാണ് ഇപ്പോൾ അർജന്റീനക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ നിക്കോളാസ് ഗോൺസാലസിന് റെഡ് കാർഡ് കണ്ട് പുറത്ത് പോവേണ്ടി വന്നു എന്നുള്ളത് തീർച്ചയായും അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. 13 മത്സരങ്ങളിൽ നിന്ന് 28 പോയിന്റുമായി അവർ ഒന്നാം സ്ഥാനത്താണ്. 9 വിജയങ്ങൾ, 3 തോൽവികൾ, 1 സമനില എന്നിങ്ങനെയാണ് അവരുടെ ഒരു നില വരുന്നത്. ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ കരുത്തരായ ബ്രസീലാണ് അവരുടെ എതിരാളികൾ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.